പാലക്കാട് ചിറ്റൂരിൽ ഇത്തവണ മത്സരത്തിന് ഇല്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അഡ്വക്കേറ്റ് മുരുകദാസ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നിയോജകമണ്ഡലം നേതൃയോഗത്തിലാണ് കൃഷ്ണൻകുട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മുരുകദാസ്, അതായത് ജനതാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ ആലത്തൂർ, മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇത്തവണ എന്തായാലും തുറന്നു പറയുകയാണ് ഇത്തവണ ഇനിയും ഞാൻ മത്സരിക്കാനില്ല എന്നുള്ളത്. ജനതാദളിൽ നമ്മൾക്കറിയാം മന്ത്രിസ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കമുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി മന്ത്രിയായപ്പോൾ അവരുടെ മറ്റൊരു MLA ആയിട്ടുള്ള തിരുവല്ല MLA മാത്യു ടി തോമസിന് മന്ത്രിസ്ഥാനം ഇടയ്ക്ക് വെച്ച് കൈമാറണമെന്നുള്ള ധാരണയുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞു അങ്ങനെ ധാരണയൊന്നുമില്ല, 5 വർഷം ഞാൻ തന്നെയാണ് മന്ത്രി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള അസ്വസ്ഥതയൊക്കെ ജനതാദളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും കൃഷ്ണൻകുട്ടി അദ്ദേഹം മന്ത്രി KSCBയുടെ മന്ത്രിയാണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇടക്കാലത്ത് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. എന്തായാലും അക്കാര്യം ഇത്തവണ അദ്ദേഹം തുറന്നു പറയുകയാണ്, ഇത്തവണ ഞാൻ മത്സരിക്കാനില്ല. അങ്ങനെ പറയുന്ന നേതാക്കൾ വളരെ കുറവാണ്. എന്തായാലും കൃഷ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അരുണാലത്തു. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ മന്ത്രി കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ചിറ്റൂർ മണ്ഡലത്തിലൊരു തലമുറ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിയോജക മണ്ഡലം ISJDയുടെ നിയോജക മണ്ഡലം നേതൃയോഗത്തിൽ ഇത്തരത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടി താൻ മത്സരിക്കാനില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. തുടർന്ന് ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുരുകദാസ് എന്ന ഒരു യുവ നേതാവിനെ ചിറ്റൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറക്കും എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയെ മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഈ മുരുകദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അവിടുത്തെ മെമ്പർ ഉൾപ്പെടെയായിരുന്നു. അതുപോലെ തന്നെ ചിറ്റൂർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിലവിൽ KSCBയുടെ സ്വതന്ത്ര ഡയറക്ടർ ബോർഡ് അംഗമാണ്. അതുകൂടാതെ തന്നെ ISJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് മുരുകദാസ്. ഏതായാലും മുരുകദാസിനെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏതായാലും മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ISJDയെ സംബന്ധിച്ചിടത്തോളം ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻകുട്ടി പറയുന്നത് തന്നെയാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ മുരുകദാസ് എന്നുള്ള ആ ഒരു യുവ നേതാവിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ആണെങ്കിൽ അവിടെ ചിറ്റൂർ നഗരസഭാ ചെയർമാനായിട്ടുള്ള മുൻ MLAയുടെ മകൻ കൂടിയായിട്ടുള്ള സുമേഷ് അച്യുതനെയാണ് അവിടെ കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ ആണെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്നും അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് അറിയുന്നുണ്ട്. അതും ഒരു യുവ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ യുവാക്കൾ 3 പേരും 3 മുന്നണികളുടെയും യുവാക്കളായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴേതായാലും മന്ത്രി കൃഷ്ണൻകുട്ടി അവിടെ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മത്സരത്തിൽ നിന്ന്. അതെ, മന്ത്രി കൃഷ്ണൻകുട്ടി ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ മത്സരിക്കാനില്ല എന്ന് തുറന്നു പറയുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പുതിയ സ്ഥാനാർത്ഥി വരുമ്പോൾ തർക്കങ്ങൾ സ്വാഭാവികമായി വരുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഈ അവസരത്തിൽ മന്ത്രി മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ച് പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്.